നിന്റെ തൊണ്ട പോയണം. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ടൈം എന്ന് പറയുന്ന 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ 1 ലിറ്റർ നമ്മുടെ 10 മണി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യത്തെ 1 ലിറ്റർ ബോട്ടിൽ വെള്ളം തീർത്തിരിക്കുകയാണ് ഗൈസ്. സെക്കൻഡ് ബോട്ടിൽ എടുക്കുകയും ചെയ്തു. കാണിച്ചു തരാം. ഇതായിരിക്കുന്നു സെക്കൻഡ് ലിറ്റർ. ഗായ്സ്, അപ്പൊ എന്റെ കയ്യിൽ ഒരു സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് ഒരു ചെറിയ ചലഞ്ച് ചെയ്യാം. ഹലോ ഗായ്സ്, എന്തിനാണ് ഈ സ്റ്റിക്ക് പിടി, എന്നിട്ട് കടിച്ചു പിടി. അങ്ങനെയല്ല, തിരിച്ച് വീതിക്ക്. ഈ പൊസിഷനാണ് നമ്മളെ കൊണ്ട് ഈസി ആയിട്ട് ടോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബ്യൂട്ടിഫുൾ ആവും എന്നാണ് ഒരു വീഡിയോയിൽ, ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോയിൽ അത് പറയുന്നത്. സോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് അവനും ടെസ്റ്റ് ചെയ്യും, എന്റെ കയ്യിലുണ്ട് ഗൈസ്. വേറെ കണ്ടില്ലേ, ഇത് നമ്മൾ രണ്ടുപേരും വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പൊ ഇത് കടിച്ചു പിടിച്ചിട്ട് നമുക്ക് ടങ് ടെസ്റ്റേഴ്സ് പറയാം. ടങ് ടെസ്റ്റേഴ്സ് പറയുമ്പോൾ ഇത്ര മാത്രം കറക്റ്റ് ആവും നോക്കാം. മൊത്തത്തിൽ ഒരു ഫണ്ണായിട്ടുള്ള എക്സൈറ്റിംഗ് എപ്പിസോഡ് ആയിരിക്കും ഗൈസ്. ഉരുൾ ഉരുളുമ്പോൾ ചരൾ ഉരുളില്ല. കമോൺ. എന്തരി ഉരുളുരുളോൾ ചരളുരുളില്ല. ഉരുളുരുളോൾ ചരളുരുളില്ല. ഗൈസ്, പെട്ടെന്ന് ഒരാഗ്രഹം. ഞാൻ പുറത്തോട്ട് കടയിലോട്ട് പോകണേ. നമുക്ക് ഇന്ന് കുറച്ച് മോര് വെള്ളം ഉണ്ടാക്കണം. അപ്പൊ അതിന് ഒരു പാക്കറ്റ് തൈര് അത് ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. കുറെ നാളായി മോര് വെള്ളം കുടിച്ചിട്ട്. അപ്പോൾ നമുക്ക് പോയി ഒരു പാക്കറ്റ് തൈര് വാങ്ങിക്കാം ഗൈസ്. തൈര്. ഓ, എന്തൊരു ചൂട് ഗൈസ്, ഒരു രക്ഷയില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂട്. ഞാൻ ഇവിടുന്ന് അതുവരെ പോയിട്ട് വന്നപ്പോൾ തന്നെ ദേഹം മൊത്തം വേർത്ത് സെറ്റായി. ഭയങ്കര ചൂട്. പക്ഷെ നമ്മുടെ സാധനം കിട്ടി നമുക്ക്. തൈര് നമുക്ക് കിട്ടി. ഇത് ടോട്ടല് 38 രൂപയാണ്. പാക്കറ്റ് 35, ഇതില് 38. അപ്പൊ ഞാൻ പിന്നെ ഇത് വാങ്ങിച്ചു. പാക്കറ്റില് സംഭവം ഇല്ലായിരുന്നു, തീർന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇത് വാങ്ങിച്ചോണ്ട് നേരെ ഇഞ്ഞ് വന്നു. അവിടുന്ന് ഇഞ്ഞ് എത്തിയവൻ തന്നെ ഉരുവി ഊപ്പാടായി. അത്രയ്ക്ക് വലിയ ചൂടായിരുന്നു. ഒരു രക്ഷയില്ല. ഇനി ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഒന്ന് ഇഞ്ചി, നാരകത്തില, മുളക്, കരുവേപ്പില. ഇതെല്ലാം ഇവിടെ നട്ടു വളർത്തിയിട്ടുള്ള സംഭവങ്ങളാണ് ഗൈസ്. അപ്പൊ നമുക്ക് അതെല്ലാം ഓരോന്ന് പറിച്ചെടുത്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു പണി കിട്ടി ഗൈസ്, കാണിച്ചു തരാം. ഇതായിരുന്നു നാരകത്തിന്റെ ചെടി. ആക്ച്വലി ഇപ്പോഴത്തെ വെയിലിന്റെ ഇതുകൊണ്ട് മൊത്തത്തിൽ ഇതാ പട്ട് നിൽക്കുകയാണ്. ഇനി ഇതിന്റെ ഒരു കുഞ്ഞു ചെടിയും കൂടെ ഉണ്ട് ഗൈസ്. അതുകൂടെ പോയി നോക്കിയിട്ട് വരട്ടെ. അതിൽ കാണുമെന്നാണ് എന്റെ വിശ്വാസം. ഹോപ്പ്. ഇവിടെ വെയിലത്ത് കണ്ട 2 കുഞ്ഞ് ചെടി നിൽക്കണം. ഇതിൽ 3 6 ഇലയേ ഉള്ളൂ. ഒരില പറിക്കാം, അതേ നടക്കുള്ളൂ. ഓക്കെ, ഈ ഒരു കുഞ്ഞില ഞാൻ പറിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് മതി ഗൈസ്, നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ. ആ 2 ചെടി വളർന്ന് പന്തലിച്ച് വലിയ മരമാവട്ടെ. ഇത് പട്ടുപോയി ഭയങ്കര വിഷമായി പോയി. വലിയ ഒരു മരമായിട്ട് വന്നോണ്ടിരുന്ന ചെടിയാണ്. ഈ വെയിലിന്റെ ചൂട് കരുതിയാണ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയത്. കരിയപ്പല നിൽക്കൊണ്ട് നമുക്ക് ഒരല്ലി മതി ഗൈസ്. ഒരേ ഒരു അല്ലി മീൻസ് ഈ ഒരു സംഭവം കാണിച്ചു തരാം ഗൈസ്. അല്ലി മീൻസ് ഇത്രയും, അതായത് ഒരു തണ്ടിന്റെ ഇതിൽ വരുന്ന സംഭവങ്ങൾ. ഇതാണ് അല്ലി. അല്ലാതെ മണിച്ചിത്രത്താഴിലെ അല്ലിയല്ല. മല്ലി. ഇനി കടിച്ചാ നല്ല എരിവ് പറക്കുന്ന മുളക് കൂടി നമ്മൾ സെറ്റ് ചെയ്ത സംഭവം. ഓക്കെ, മുളക് വേണം ഗൈസ്. മുളക് എന്നെ വേണം നമുക്ക് ഗൈസ്. കണ്ട 2 മുളകുണ്ട്, പക്ഷെ സംഭവം 2ഉം പഴുത്തു ഗൈസ്. അപ്പൊ മുളക് ഇതാ ഫ്രിഡ്ജിലുണ്ട്. ഒരു 2 മുളക് കൂടെ എടുക്കാം. ഓക്കെ, 1 2 ഗൈസ്. ഞാനൊരു കമ്പി എടുത്തിട്ടുണ്ട്. ഇത് മോരുണ്ടാക്കല്ല ഗൈസ്. നമ്മൾ ഒരു കാര്യം മറന്നുപോയി ഗൈസ്, ഇഞ്ചി. അപ്പൊ അത് കുത്തി തോണ്ടി എടുക്കണം. അപ്പൊ അതിനാണ് ഇത്. അപ്പൊ ഇഞ്ചി കൂടെ നമുക്ക് എടുക്കാം. ഇഞ്ചി കോലിഞ്ചി കളി ഇഞ്ചിയോട് വേണ്ട. ഈ സ്ഥലത്ത് ഇഞ്ചി നട്ടിരുന്നായിരുന്നു. അതാണ്ട് ഇതിന്റെ അടി ഫുള്ള് ഇഞ്ചി നട്ടിരിക്കുകയാണ്. തോണ്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇനിയുണ്ട് ഇതിന്റെ അടിയിൽ. ഞാൻ അപ്പോൾ ഈ 2 പീസ് ഇഞ്ചി എടുത്ത് ഗൈസ്. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റാക്കി ഒന്ന് റെഡിയാക്കി എടുക്കാൻ ഗൈസ്. എനിക്ക് ആ മോരുണ്ടാക്കാനുള്ള ആവേശം അതിന്റെ കൊടുമുടിയിൽ ചെന്നിരിക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. എന്തൊരു മണം ഗൈസ്. സംതിങ് അഡിക്റ്റീവ്. കുറച്ച് തൈരെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. തൈര് ഏസമ്മ. ഇനി വെള്ളം ഒഴിക്കാം. പൊളി. ഒരു നാരകത്തില. അടുത്ത് നമ്മുടെ ഹീറോ ഇഞ്ചി ഗായ്സ്. അപ്പോൾ കലിപ്പ് കാണിക്കാനായിട്ട് കീറിയ നല്ല 1ാം തരം തൊണ്ടമുളക്. സെറ്റ്. ഇനി ഇതെല്ലാം കൂടെ അടിച്ചൊന്ന് സെറ്റാക്കി റെഡിയാക്കണം ഗൈസ്. മിക്സിയിൽ വെച്ച് നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് ചക്ക ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് കൊണ്ടുവരാം. കുടിക്കാനായിട്ട് ഞാൻ ഒരു ത്രില്ലിങ് ഇരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ അടിച്ച് സെറ്റാക്കി ഞാൻ കൊണ്ടുവന്ന് ഇതാ കാണിച്ചു തരാം. കണ്ടില്ലേ, ഒന്ന് തുറന്നു നോക്കാമേ. ഒടുക്കത്തെ മണം ഗൈസ്. ആ മുളകിന്റെ മണം പ്രത്യേകിച്ച് അറിയാം. മൂക്കിൽ അടിച്ചു കയറി. ഇതാ കണ്ട, എല്ലാം കൂടെ മിക്സായി സെറ്റായി ഗൈസ്. ഒരു പണി കിട്ടി. എന്തിരുന്നാ എല്ലാം ചേർത്ത്, മെയിൻ ആയിട്ടുള്ള സംഭവം ചേർത്തില്ല. ഉപ്പ്,
ഇനിയിപ്പോ 2 ഐസ് ക്യൂബ് എടുത്തിട്ടിട്ട് അതിൽ കുറച്ച് മോര് ഒഴിച്ച് കണക്കിന് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് എടുക്കാം. സെറ്റ് ആയിരിക്കും ഗായ്സ്. ഓ ഫൈനലി എല്ലാ ഐസ് ക്യൂബ് ഇട്ട് എല്ലാം സെറ്റ് ആക്കി ഇട്ടിരിക്കണം. ഈ പച്ച കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാരകത്തിന്റെ പിന്നെ കരിവേപ്പിലയും മുളവിന്റെയും കൂടെ ചേർന്നുള്ള ഒരു പച്ച മിക്സ് ആണ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഗൈസ്. ഓ ഒരു രക്ഷയില്ല ഗൈസ്, പൊളി. എന്റെ ദൈവമേ, ആ എരിവൊക്കെ നല്ല തിക്കായിട്ട് പിടിച്ചു. കരിവേപ്പില കൂടുതലിട്ടുണ്ട്, ആ ഫ്ലേവർ കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നാരകത്തിൻ്റെത് ഒരു ആൾ ഓവറായിട്ട് ഒരു മയം. അടിപൊളി ഗൈസ്. ഓ അടിപൊളി. കംപ്ലീറ്റ്. ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇതുണ്ടായി കുടിച്ചതിന് ശേഷമാണ് ഗൈസ് ഇപ്പൊ ഒരു ആശ്വാസമായ. ബോഡി മൊത്തത്തിലൊന്ന് തണുത്ത്. ഇപ്പോഴത്തെ ചൂട് ഒരു രക്ഷയില്ല ഗൈസ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് തന്നെ. എന്തൊക്കെ പറഞ്ഞാൽ റൂമിന് അകത്തിരിക്കാൻ പറ്റൂല, പുറത്തിരുന്ന് കഴിഞ്ഞാൽ അതിനെക്കാട്ടിയും ചൂട്. പിന്നെ ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലിന്റെ മൂട്ടില്ല അല്ലെങ്കിൽ നല്ല മരത്തിന്റെ മൂട്ടില പോയിരിക്കണം. കുറച്ചൊന്ന് കാറ്റിടണമെങ്കിൽ. ഇടയ്ക്കൊരു മഴ പെയ്തിരുന്നെങ്കിൽ നമ്മൾ ആശിച്ചു പോകും. മോര് പൊളിച്ചെന്തായാലും ഐ ലൈക്ക് ഇറ്റ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ വീട്ടിലേക്ക് ഉണ്ടാക്കി നോക്കുക. സെറ്റ് സാധനം. പ്രത്യേകിച്ച് ഈ ചൂടത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് സാധനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ഇത് ചേർക്കുന്നില്ല. പക്ക നാച്ചുറലുമാണ്. ബോഡിക്ക് നല്ല ഹെൽത്തി സംഭവമാണ്. ട്രൈ ഗൈസ്. ഗൈസ്, അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇത് വേറെ ഷൂട്ടൊന്നും ഞാൻ ചെയ്യില്ല. ബുക്ക് കുറച്ചുകൂടെ റീഡ് ചെയ്യും. നമ്മുടെ ഒരു 20 പേജൂടെ ഞാൻ റീഡ് ചെയ്തായിരുന്നു ഇന്നലെ. അത്ര മാത്രമേ സംഭവിച്ചുള്ളൂ. വേറെ സംഭവങ്ങളൊന്നും സംഭവിച്ചില്ല. പിന്നെ ഈ ഒരു കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഷോർട്സ് എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സ് എന്തായാലും ഈ വ്ളോഗ് ഇറങ്ങുന്ന ടൈമിൽ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കും. ഓൾറെഡി ഈ വ്ളോഗ് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഈ ഷോർട്സ് കണ്ടിരിക്കും. സോ അതിൻ്റെ കോസ്റ്റ്യൂമാണിത്. അതായത് അതിൻ്റെ പിറ്റന്നായിരിക്കും ഈ വ്ളോഗ് വരാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാപ്പിനെസ് ഫുൾഫിൽ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഗൈസ് ഇന്നലത്തെ. വ്ളോഗ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് കമൻറ്റ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യല്ലേ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കുന്നത് നല്ലതിന്. വൺ ഐഡിയ ലൈഫ്. ബൈ. There's no mercy in this world, just hunger-thirsty persons in different versions. Each new update, that shit worsens. Why?